രാജസ്ഥാനിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ദേവിറാം എന്നൊരു ശില്പി വസിച്ചിരുന്നു. അയാൾക്ക് ഒരു മകൾ ഉണ്ടായിരുന്നു, രാധ. അച്ഛൻ എങ്ങനെയാ മരം കൊണ്ട് ഇത്ര ഭംഗിയായ കപ്പലും വീടും ഒക്കെ ഉണ്ടാക്കുന്നത്? ഇതെന്റെ കലാസൃഷ്ടികളാണ് രാധേ. എന്റെ അച്ഛൻ, അച്ഛന്റെ അച്ഛൻ, അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ, അങ്ങനെ എല്ലാവരും ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അച്ഛൻ എനിക്കും അത് പഠിപ്പിച്ചു തരുമോ? തീർച്ചയായിട്ടും. നീ, നിന്റെ മക്കൾ, അവരുടെ മക്കൾ ഈ കാര്യം തന്നെ ചെയ്തോളൂ. രാധ വലുതായപ്പോൾ അയാൾ അവളെയും ശില്പകല പഠിപ്പിക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ പഠിച്ചു വരാൻ ഇനിയും കുറച്ചും കൂടെ സമയം എടുക്കും രാധേ. പക്ഷേ ഇപ്പോൾ നിനക്ക് നിന്റെ പഠിപ്പാണ് ഏറ്റവും മുഖ്യം. നീ സിറ്റിയിൽ ചെന്നിട്ട് ഏതെങ്കിലും ഒരു കോളേജിൽ ചെന്ന് പഠിക്കാൻ നോക്ക്. അതുപോലെ ഈ കല നിനക്ക് എപ്പോ വേണമെങ്കിലും പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. ശരി അച്ഛാ. രാധയുടെ അച്ഛൻ അവളെ പഠിപ്പിക്കാനായി പട്ടണത്തിലേക്ക് പറഞ്ഞയച്ചു. ഗ്രാമത്തിൽ മരം കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ജോലി കുറഞ്ഞുകൊണ്ടിരുന്നു. കഴിഞ്ഞ കുറെ കാലമായി നമ്മുടെ ഈ കലാസൃഷ്ടിക്ക് മാർക്കറ്റ് ഇല്ലാതായിരിക്കുകയാണ്. നമ്മുടെ പൂർവികന്മാർ കാലാകാലങ്ങളായി ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ നമ്മളായിരിക്കും അവസാന തലമുറ എന്ന് തോന്നുന്നു. അതെ, ഇപ്പൊ കസ്റ്റമേഴ്സ് വളരെ കുറവാണ് വരുന്നത്. ആർക്കും ഇപ്പൊ നമ്മുടെ കലാസൃഷ്ടി അത്ര പിടിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇനി മുതൽ നമ്മളെ പോലുള്ള കലാകാരന്മാരൊക്കെ പട്ടിണിയിൽ കഴിയേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഇല്ല ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഈശ്വരൻ ഉറപ്പായിട്ടും നമുക്ക് സഹായം ചെയ്തു തരും. നമ്മുടെ കലാസൃഷ്ടികൾക്ക് വീണ്ടും നല്ല മാർക്കറ്റ് കിട്ടും. പക്ഷെ അത് എപ്പോഴാണ് സംഭവിക്കുക? എത്രയും പെട്ടെന്ന് തന്നെ. എനിക്കൊരു ലക്ഷ്യമുണ്ട്. അധികം വൈകാതെ തന്നെ നമ്മുടെ കലാസൃഷ്ടിക്ക് ഉറപ്പായിട്ടും അംഗീകാരം ലഭിക്കും. ഗ്രാമത്തിൽ പലപ്പോഴും മരം കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കുന്നവർ ജോലി നിർത്തുമായിരുന്നു. വയസ്സായ കാരണവന്മാർ വല്ലാതെ വിഷമിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ രാധ ലീവിന് വീട്ടിലേക്ക് വന്നു. അച്ഛാ, ഞാൻ 1 മാസത്തെ ലീവിനാണ് വന്നിരിക്കുന്നത്. ഇത്തവണ ഞാൻ ശില്പകല പഠിച്ചിട്ടേ പോകൂ. ആ, പഠിക്കാമല്ലോ. അടുത്ത ദിവസം ദേവിറാം മരം കൊണ്ട് കപ്പലുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ രാധ അയാളുടെ അടുത്തേക്ക് ചെന്നു. ആഹാ, ഇത് വളരെ മനോഹരമായ കൊട്ടാരമാണ്. ആ, അത് സത്യമാണ്. പക്ഷെ എന്താ ചെയ്യുക? കഴിഞ്ഞ 6 മാസമായിട്ട് ഇതിനൊന്നും യാതൊരു വിലയില്ലാതായിരിക്കുന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ പറഞ്ഞത് ഇപ്പൊ സത്യമായതുപോലെയുണ്ട്. പതിയെ പതിയെ മരത്തിൽ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന കല തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് അച്ഛാ? പണ്ടൊക്കെ നമ്മുടെ സമുദായത്തിന് നല്ല അംഗീകാരം കിട്ടിയിരുന്നു. വളരെ ദൂരത്തു നിന്ന് പോലും ജനങ്ങൾ മരത്തിലുണ്ടാക്കുന്ന കലാസൃഷ്ടികൾ വാങ്ങാൻ വന്നിരുന്നു. പക്ഷെ ഇന്നത്തെ ഈ മോഡേൺ വേൾഡില് നമ്മുടെ ഈ കലയ്ക്ക് യാതൊരു സ്ഥാനവും ഇല്ലാതായിരിക്കുന്നു. ഇങ്ങനെ പോയാൽ നമ്മുടെ കാലത്തിന് ശേഷം ഈ കലയും അപ്രത്യക്ഷമാകും രാധേ. ഇല്ല അച്ഛാ, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അച്ഛന്റെ ശില്പകലയ്ക്ക് ആധുനിക ലോകത്തിൽ തീർച്ചയായും സ്ഥാനമുണ്ടാകും. എന്തെങ്കിലും സംഭവിക്കാതിരിക്കില്ല. അന്നു മുതൽ രാധ ചിന്തിക്കാൻ തുടങ്ങി. മരം കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് എങ്ങനെയാണ് വീണ്ടും മാന്യത ഉണ്ടാക്കി കൊടുക്കുക. കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. രാധയ്ക്ക് ഇതുവരെ ഒരു പോം വഴിയും കിട്ടിയില്ല. അവൾ വളരെ വിഷമിച്ചു. അതിനിടയ്ക്ക് അവൾ അച്ഛൻ മരം കൊണ്ടുണ്ടാക്കിയ കൊട്ടാരത്തിന്റെ ഫോട്ടോ എടുത്ത് അവളുടെ ഗ്രൂപ്പിൽ ഇട്ടു. എല്ലാവരും ആ കൊട്ടാരത്തെ പ്രശംസിച്ചു. രാധയുടെ സുഹൃത്തുക്കൾ അവളെ വിളിച്ചു. കൊള്ളാം രാധേ, വാട്ട് എ പീസ് ഓഫ് ആർട്ട്. നിനക്ക് ഇഷ്ടപ്പെട്ടോ? എന്റെ അച്ഛൻ ഉണ്ടാക്കിയതാ. അമേസിംഗ്. എല്ലാവരും പ്രശംസിച്ചപ്പോൾ രാധയ്ക്ക് ഒരു ഐഡിയ തോന്നി. അവൾ അച്ഛന്റെ അടുത്ത് ചെന്നു. അച്ഛാ, ഞാൻ മരം കൊണ്ടുള്ള കൊട്ടാരം പട്ടണത്തിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ? ആ, പക്ഷെ നീ ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്? അത് അച്ഛന് താമസിയാതെ മനസ്സിലാകും. രാധ പട്ടണത്തിലേക്ക് പോയപ്പോൾ കൂടെ മരം കൊണ്ടുള്ള കൊട്ടാരവും കൊണ്ടുപോയി. അവളുടെ കൂട്ടുകാരെല്ലാവരും ആ കൊട്ടാരം കണ്ടു. ഫ്രണ്ട്സ്, ഇതെന്തൊരു കലാസൃഷ്ടിയാണ്! അതെ, പക്ഷെ ഈ കലാകാരന്മാരെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ജനറേഷൻ വരെ ഈ കല ഉണ്ടാകുമോ എന്ന് എനിക്ക് സംശയം. ഞങ്ങൾക്ക് മനസ്സിലായില്ല. രാധ കൂട്ടുകാരോട് മരം കൊണ്ട് ജോലി ചെയ്യുന്ന കലാകാരന്മാരുടെ സ്ഥിതി പറഞ്ഞു. ആരും ഇത്തരം ശില്പങ്ങൾ വാങ്ങിക്കുന്നില്ല. ഈ കല നശിച്ചു പോകുമോ എന്നാണ് എന്റെ പേടി. ഈ കല നശിക്കാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. ആ, നമ്മൾ ഈ കലയ്ക്ക് പബ്ലിസിറ്റി കൊടുക്കും. പക്ഷെ എങ്ങനെ? എന്റെ ചില ഫ്രണ്ട്സ് ജേർണലിസ്റ്റ് ആണ്. അവർ മുഖേന നമുക്ക് പബ്ലിസിറ്റി ചെയ്യാം. ഐ ഹാവ് എ ബെറ്റർ ഓപ്ഷൻ. നമുക്കൊരു എക്സിബിഷൻ നടത്തിയാലോ? ആ സിറ്റിയിൽ നിന്നും ഒരുപാട് ആൾക്കാർ ഈ ശില്പകല കാണാൻ ഇവിടേക്ക് എത്തും. അങ്ങനെ ഇത് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യും. നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? ആ, ഉറപ്പായിട്ടും. എല്ലാ ഫ്രണ്ട്സിനും എക്സിബിഷന്റെ ഐഡിയ ഇഷ്ടപ്പെട്ടു. 1 മാസത്തിനു ശേഷം പട്ടണത്തിൽ മരശില്പങ്ങളുടെ എക്സിബിഷൻ നടന്നു. ആ എക്സിബിഷനിൽ ധാരാളം ജനങ്ങൾ വന്നു. ധാരാളം ശില്പങ്ങൾ വിറ്റഴിഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, എന്നെങ്കിലും ഒരു ദിവസം ഈ മോഡേൺ വേൾഡില് നമുക്ക് ഒരു അംഗീകാരം ലഭിക്കുമെന്ന്. അതെ. അപ്പോൾ 2 പെൺകുട്ടികൾ കലാകാരന്മാരുടെ അടുത്തേക്ക് ചെന്നു. അങ്കിൾ, ഈ ക്രാഫ്റ്റ് നിങ്ങളാണോ ഉണ്ടാക്കിയത്? അതെ അതെ, ഞാൻ തന്നെയാണ്.
വാവ്, വളരെ നന്നായിരിക്കുന്നു അങ്കിൾ. ഞാനൊരു ജേർണലിസ്റ്റാ. ഇതുപോലൊരു കല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ എടുക്കട്ടെ? അതിനെന്താ? ആ ജേർണലിസ്റ്റ് ഓരോരുത്തരെയായി എല്ലാ കലാകാരന്മാരെയും ഇന്റർവ്യൂ ചെയ്തു. എന്നിട്ട് മരം കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കുന്നവരുടെ ഇന്റർവ്യൂ ടിവിയിൽ വന്നു. എല്ലാവരും രാത്രിക്ക് രാത്രി ഫേമസ് ആയി. എല്ലാ ശില്പികൾക്കും വീണ്ടും ശില്പങ്ങൾക്കുള്ള ഓർഡർ ലഭിച്ചു. രാധയുടെ അച്ഛന്റെ ഫോൺ എപ്പോഴും അടിച്ചുകൊണ്ടേയിരുന്നു. സാർ, നിങ്ങൾ ചോദിക്കുന്ന ആ ഉടൻ അരമന അടുത്ത മാസം എനിക്ക് തരാൻ പറ്റുള്ളൂ സാർ. അച്ഛാ, ഇനി അച്ഛൻ എന്നെയും ഈ കല പഠിപ്പിക്കണം. കണ്ടോ എത്ര ഡിമാൻഡാണെന്ന്. ഇതെല്ലാം നീ കാരണമാണ് നടന്നത് രാധേ. നീ എന്റെ മകളെന്ന് പറയാൻ തന്നെ എനിക്ക് വലിയ അഭിമാനം തോന്നുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയതിൽ ഞാനും അഭിമാനിക്കുന്നു. ഇത്രയും മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന കലാകാരൻ. ബിച്ചു എന്നിട്ട് അവളെ ഒരുപാട് ആശംസിച്ചു. രാധയുടെ പ്രയത്നം കൊണ്ട് മരം കൊണ്ട് ജോലി ചെയ്യുന്ന കലാകാരന്മാർക്ക് തക്കതായ മാന്യത ലഭിച്ചു. അവർ രാധയ്ക്കും അവളുടെ കൂട്ടുകാർക്കും മനസ്സ് നിറഞ്ഞ് നന്ദി പറഞ്ഞു. രാജസ്ഥാനിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ദേവിറാം എന്നൊരു ശില്പി വസിച്ചിരുന്നു. അയാൾക്ക് ഒരു മകൾ ഉണ്ടായിരുന്നു, രാധ. അച്ഛൻ എങ്ങനെയാ മരം കൊണ്ട് ഇത്ര ഭംഗിയായ കപ്പലും വീടും ഒക്കെ ഉണ്ടാക്കുന്നത്? ഇതെന്റെ കലാസൃഷ്ടികളാണ് രാധേ. എന്റെ അച്ഛൻ, അച്ഛന്റെ അച്ഛൻ, അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ, അങ്ങനെ എല്ലാവരും ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അച്ഛൻ എനിക്കും അത് പഠിപ്പിച്ചു തരുമോ? തീർച്ചയായിട്ടും. നീ, നിന്റെ മക്കൾ, അവരുടെ മക്കൾ ഈ കാര്യം തന്നെ ചെയ്തോളൂ. രാധ വലുതായപ്പോൾ അയാൾ അവളെയും ശില്പകല പഠിപ്പിക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ പഠിച്ചു വരാൻ ഇനിയും കുറച്ചും കൂടെ സമയം എടുക്കും രാധേ. പക്ഷേ ഇപ്പോ നിനക്ക് നിന്റെ പഠിപ്പാണ് ഏറ്റവും മുഖ്യം. നീ സിറ്റിയിൽ ചെന്നിട്ട് ഏതെങ്കിലും ഒരു കോളേജ് ചെന്ന് പഠിക്കാൻ നോക്ക്. അതുപോലെ ഈ കല നിനക്ക് എപ്പോ വേണമെങ്കിലും പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. ശരി അച്ഛാ. രാധയുടെ അച്ഛൻ അവളെ പഠിപ്പിക്കാനായി പട്ടണത്തിലേക്ക് പറഞ്ഞയച്ചു. ഗ്രാമത്തിൽ മരം കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ജോലി കുറഞ്ഞുകൊണ്ടിരുന്നു. കഴിഞ്ഞ കുറെ കാലമായി നമ്മുടെ ഈ കലാസൃഷ്ടിക്ക് മാർക്കറ്റ് ഇല്ലാതായിരിക്കുകയാണ്. നമ്മുടെ പൂർവികന്മാർ കാലാകാലങ്ങളായി ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ നമ്മളായിരിക്കും അവസാന തലമുറ എന്ന് തോന്നുന്നു. അതെ, ഇപ്പൊ കസ്റ്റമേഴ്സ് വളരെ കുറവാണ് വരുന്നത്. ആർക്കും ഇപ്പൊ നമ്മുടെ കലാസൃഷ്ടി അത്ര പിടിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇനി മുതൽ നമ്മളെ പോലുള്ള കലാകാരന്മാരൊക്കെ പട്ടിണിയിൽ കഴിയേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഈശ്വരൻ ഉറപ്പായിട്ടും നമുക്ക് സഹായം ചെയ്തു തരും. നമ്മുടെ കലാസൃഷ്ടികൾക്ക് വീണ്ടും നല്ല മാർക്കറ്റ് കിട്ടും. പക്ഷെ അത് എപ്പോഴാണ് സംഭവിക്കുക? എത്രയും പെട്ടെന്ന് തന്നെ. എനിക്കൊരു ലക്ഷ്യമുണ്ട്. അധികം വൈകാതെ തന്നെ നമ്മുടെ കലാസൃഷ്ടിക്ക് ഉറപ്പായിട്ടും അംഗീകാരം ലഭിക്കും. ഗ്രാമത്തിൽ പലപ്പോഴും മരം കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കുന്നവർ ജോലി നിർത്തുമായിരുന്നു. വയസ്സായ കാരണവന്മാർ വല്ലാതെ വിഷമിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ രാധ ലീവിന് വീട്ടിലേക്ക് വന്നു. അച്ഛാ, ഞാൻ 1 മാസത്തെ ലീവിനാണ് വന്നിരിക്കുന്നത്. ഇത്തവണ ഞാൻ ശില്പകല പഠിച്ചിട്ടേ പോകൂ. പഠിക്കാമല്ലോ. അടുത്ത ദിവസം ദേവിറാം മരം കൊണ്ട് കപ്പൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ രാധ അയാളുടെ അടുത്തേക്ക് ചെന്നു. ആഹാ, ഇത് വളരെ മനോഹരമായ കൊട്ടാരമാണ്. അത് സത്യമാണ്. പക്ഷെ എന്താ ചെയ്യുക? കഴിഞ്ഞ 6 മാസമായിട്ട് ഇതിനൊന്നും യാതൊരു വിലയില്ലാതായിരിക്കുന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ പറഞ്ഞത് ഇപ്പൊ സത്യമായതുപോലെയുണ്ട്. പതിയെ മരത്തിൽ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന കല തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് അച്ഛാ? പണ്ടൊക്കെ നമ്മുടെ സമുദായത്തിന് നല്ല അംഗീകാരം കിട്ടിയിരുന്നു. വളരെ ദൂരത്തു നിന്ന് പോലും ജനങ്ങൾ മരത്തിലുണ്ടാക്കുന്ന കലാസൃഷ്ടികൾ വാങ്ങാൻ വന്നിരുന്നു. പക്ഷെ ഇന്നത്തെ ഈ മോഡേൺ വേൾഡില് നമ്മുടെ ഈ കലയ്ക്ക് യാതൊരു സ്ഥാനവും ഇല്ലാതായിരിക്കുന്നു. ഇങ്ങനെ പോയാൽ നമ്മുടെ കാലത്തിന് ശേഷം ഈ കലയും അപ്രത്യക്ഷമാകും രാധേ. ഇല്ല അച്ഛാ, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അച്ഛന്റെ ശില്പകലയ്ക്ക് ആധുനിക ലോകത്തിൽ തീർച്ചയായും സ്ഥാനമുണ്ടാകും. എന്തെങ്കിലും സംഭവിക്കാതിരിക്കില്ല. അന്നു മുതൽ രാധ ചിന്തിക്കാൻ തുടങ്ങി. മരം കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് എങ്ങനെയാണ് വീണ്ടും മാന്യത ഉണ്ടാക്കി കൊടുക്കുക. കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. രാധയ്ക്ക് ഇതുവരെ ഒരു പോം വഴിയും കിട്ടിയില്ല. അവൾ വളരെ വിഷമിച്ചു. അതിനിടയ്ക്ക് അവൾ അച്ഛൻ മരം കൊണ്ടുണ്ടാക്കിയ കൊട്ടാരത്തിന്റെ ഫോട്ടോ എടുത്ത് അവളുടെ ഗ്രൂപ്പിൽ ഇട്ടു. എല്ലാവരും ആ കൊട്ടാരത്തെ പ്രശംസിച്ചു. രാധയുടെ സുഹൃത്തുക്കൾ അവളെ വിളിച്ചു. കൊള്ളാം രാധേ, വാട്ട് എ പീസ് ഓഫ് ആർട്ട്. നിനക്ക് ഇഷ്ടപ്പെട്ടോ? എന്റെ അച്ഛൻ ഉണ്ടാക്കിയതാ. അമേസിംഗ്. എല്ലാവരും പ്രശംസിച്ചപ്പോൾ രാധയ്ക്ക് ഒരു ഐഡിയ തോന്നി. അവൾ അച്ഛന്റെ അടുത്ത് ചെന്നു. അച്ഛാ, ഞാൻ മരം കൊണ്ടുള്ള കൊട്ടാരം പട്ടണത്തിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ? പക്ഷെ നീ ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്? അത് അച്ഛന് താമസിയാതെ മനസ്സിലാകും. രാധ പട്ടണത്തിലേക്ക് പോയപ്പോൾ കൂടെ മരം കൊണ്ടുള്ള കൊട്ടാരവും കൊണ്ടുപോയി.
അവളുടെ കൂട്ടുകാരെല്ലാവരും ആ കൊട്ടാരം കണ്ടു. ഫ്രണ്ട്സ്, ഇതെന്തൊരു കലാസൃഷ്ടിയാണ്. അതെ, പക്ഷെ ഈ കലാകാരന്മാരെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ജനറേഷൻ വരെ ഈ കല ഉണ്ടാകുമോ എന്ന് എനിക്ക് സംശയം. ഞങ്ങൾക്ക് മനസ്സിലായില്ല. രാധ കൂട്ടുകാരോട് മരം കൊണ്ട് ജോലി ചെയ്യുന്ന കലാകാരന്മാരുടെ സ്ഥിതി പറഞ്ഞു. ആരും ഇത്തരം ശില്പങ്ങൾ വാങ്ങിക്കുന്നില്ല. ഈ കല നശിച്ചു പോകുമോ എന്നാണ് എന്റെ പേടി. ഈ കല നശിക്കാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. ആ, നമ്മൾ ഈ കലയ്ക്ക് പബ്ലിസിറ്റി കൊടുക്കും. പക്ഷെ എങ്ങനെ? എന്റെ ചില ഫ്രണ്ട്സ് ജേർണലിസ്റ്റ് ആണ്. അവർ മുഖേന നമുക്ക് പബ്ലിസിറ്റി ചെയ്യാം. ഐ ഹാവ് എ ബെറ്റർ ഓപ്ഷൻ. നമുക്കൊരു എക്സിബിഷൻ നടത്തിയാലോ? ആ സിറ്റിയിൽ നിന്നും ഒരുപാട് ആൾക്കാർ ഈ ശില്പകല കാണാൻ ഇവിടേക്ക് എത്തും. അങ്ങനെ ഇത് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യും. നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? ആ, ഉറപ്പായിട്ടും. എല്ലാ ഫ്രണ്ട്സിനും എക്സിബിഷന്റെ ഐഡിയ ഇഷ്ടപ്പെട്ടു. ഒരു മാസത്തിനു ശേഷം പട്ടണത്തിൽ മരശില്പങ്ങളുടെ എക്സിബിഷൻ നടന്നു. ആ എക്സിബിഷനിൽ ധാരാളം ജനങ്ങൾ വന്നു. ധാരാളം ശില്പങ്ങൾ വിറ്റഴിഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, എന്നെങ്കിലും ഒരു ദിവസം ഈ മോഡേൺ വേൾഡില് നമുക്ക് ഒരു അംഗീകാരം ലഭിക്കുമെന്ന്. അതെ. അപ്പോൾ 2 പെൺകുട്ടികൾ കലാകാരന്മാരുടെ അടുത്തേക്ക് ചെന്നു. അങ്കിൾ, ഈ ക്രാഫ്റ്റ് നിങ്ങളാണോ ഉണ്ടാക്കിയത്? അതെ അതെ, ഞാൻ തന്നെയാണ്. വാവ്, വളരെ നന്നായിരിക്കുന്നു. അങ്കിൾ, ഞാനൊരു ജേർണലിസ്റ്റാ. ഇതുപോലൊരു കല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ എടുക്കട്ടെ? ആ, അതിനെന്താ. ആ ജേർണലിസ്റ്റ് ഓരോരുത്തരെയായി എല്ലാ കലാകാരന്മാരെയും ഇന്റർവ്യൂ ചെയ്തു. എന്നിട്ട് മരം കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കുന്നവരുടെ ഇന്റർവ്യൂ ടിവിയിൽ വന്നു. എല്ലാവരും രാത്രിക്ക് രാത്രി ഫേമസ് ആയി. എല്ലാ ശില്പികൾക്കും വീണ്ടും ശില്പങ്ങൾക്കുള്ള ഓർഡർ ലഭിച്ചു. രാധയുടെ അച്ഛന്റെ ഫോൺ എപ്പോഴും അടിച്ചുകൊണ്ടേയിരുന്നു. സാർ, നിങ്ങൾ ചോദിക്കുന്ന ആ ഉടൻ അരമന അടുത്ത മാസം എനിക്ക് തരാൻ പറ്റുള്ളൂ സാർ. അച്ഛാ, ഇനി അച്ഛൻ എന്നെയും ഈ കല പഠിപ്പിക്കണം. കണ്ടോ എത്ര ഡിമാൻഡാണെന്ന്. ഇതെല്ലാം നീ കാരണമാണ് നടന്നത് രാധേ. നീ എന്റെ മകളെന്ന് പറയാൻ തന്നെ എനിക്ക് വലിയ അഭിമാനം തോന്നുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയതിൽ ഞാനും അഭിമാനിക്കുന്നു. ഇത്രയും മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന കലാകാരൻ. ബിച്ചു എന്നിട്ട് അവളെ ഒരുപാട് ആശംസിച്ചു. രാധയുടെ പ്രയത്നം കൊണ്ട് മരം കൊണ്ട് ജോലി ചെയ്യുന്ന കലാകാരന്മാർക്ക് തക്കതായ മാന്യത ലഭിച്ചു. അവർ രാധയ്ക്കും അവളുടെ കൂട്ടുകാർക്കും മനസ്സ് നിറഞ്ഞ് നന്ദി പറഞ്ഞു.